കുടുംബ പ്രേക്ഷകർക്ക് ചിരിച്ച് കാണാൻ 2 മണിക്കൂർ ചിരിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്നു എന്താ പറയുക ഒരു സൈക്കോ കുടുംബത്തിന്റെ കഥ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നു. ഒരു ടൈറ്റിൽ എക്സ്ട്രാ ഡീസന്റ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊണ്ടുവരാൻ കാരണം എന്തായിരുന്നു? അത് നമ്മളെല്ലാവരും ഇപ്പം ഞാൻ ക്യാമറ മുമ്പിൽ ഇരിക്കുന്നത്, നിങ്ങൾ ക്യാമറ മുമ്പിൽ ഇരിക്കുന്ന നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡീസൻസി നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. ഇതിങ്ങോട്ട് ഓഫാക്കിയ നമ്മുടെ തനി സ്വഭാവം പുറത്ത് കാണും. സെയിം ആണ്. എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് നമ്മൾ കരുതുന്നതെല്ലാം എക്സ്ട്രാ ഡീസൻ്റ് ആണോ, അല്ല എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണോ? അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ തന്നെയാണ്. കാര്യം 3 പടങ്ങളും 3 രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാന്നുള്ളത്. കാര്യം എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്ത പടം കണ്ടിട്ട് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ള ഒരാളും പറയാൻ പാടില്ല എന്നൊരു. അതെ, പിന്നെ ആളാണ് ഇത് ഷൂട്ട്. കാര്യം കൽബാണി ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്യുന്നല്ല. പേസ് 3 സിനിമയുടെയും പേസ് 3 ആണ്. കൽബിന്റെ പേസ് അല്ല പല്ലോട്ടിന്റെ പേസിലല്ല ഇഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആർട്ടിസ്റ്റ് നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള സാധനമുണ്ട്. ഇത് ഇവര് പെർഫോം ചെയ്യുന്ന ഒറ്റ ടേക്കിൽ നമുക്ക് സിംഗിൾ ഷോട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇമോഷണലി ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടർ ബിനു ആയതുകൊണ്ട് തന്നെ സുരാജേട്ടൻ സെറ്റില് ഒരു ബിനു ആയിരിക്കും. അതെ അതെ, അതിൽ നിന്നിട്ടാണ് മൂപ്പര് ചെയ്യുക. ഈ സിനിമാറ്റോഗ്രാഫേഴ്സ് പലരും പല ക്യാമറാസും ലെൻസസും ഒക്കെ പ്രിഫർ ചെയ്യാറില്ല. ഷാരോണിന് യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന ക്യാമറകളും ആൻഡ് ഏറ്റവും ബ്യൂട്ടിയിൽ തന്നെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന. അങ്ങനെ സത്യം പറഞ്ഞാല് അങ്ങനെയില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു DOP അനുസരിച്ചിരിക്കും. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ടൂള് മാത്രമാണ് ക്യാമറ ലെൻസും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ, അതിപ്പോൾ നമുക്ക് ഈ ഹൈ എൻഡ് ക്യാമറ അല്ലെങ്കിലും ചെറിയൊരു ക്യാമറയിൽ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ഞാൻ നോക്കുന്നത്. എന്നാലും നമ്മളൊരു പടം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്യും. നമുക്ക് അതായത് നമ്മുടെ പടത്തിന് ഓരോ ക്യാമറയ്ക്ക് ഓരോ കളർ സയൻസാണ്. അപ്പോൾ നമ്മൾ ഇതിൽ അലക്സ LF മിനി വിത്ത് കുക്ക് 7i ലെൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ. അത് ഇന്റീരിയർ ആയതുകൊണ്ടാണ്. എക്സ്റ്റീരിയർ ആണ് മുഴുവൻ സിനിമയെങ്കിലും നമ്മൾ ചിലപ്പോൾ കുക്ക് ലെൻസ് ആ അർത്ഥത്തിൽ യൂസ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ വേറെ ലെൻസ് ആയിരിക്കാം. ഇല്ലെങ്കിൽ വേറൊരു സിനിമയാണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാ പടത്തിലും വേറെ ക്യാമറകളാണ്. ഇപ്പോൾ കഴിഞ്ഞ പടം ഖൽബാണെങ്കിൽ സോണി വെനീസ് 2 ആയിരുന്നു. പല്ലുട്ടിയാണെങ്കിൽ വേറെ, അലക്സറിനെ വേറെ. നമുക്കത് എന്താണ് ഡിമാൻഡ്, കഥയ്ക്കനുസരിച്ച് നമുക്ക് ഒരു സ്റ്റോറി ടെല്ലിങ് പരിപാടിക്ക് അതിൻ്റെ ഒരു ഓരോ ക്യാമറയ്ക്ക് ഓരോ കോൺട്രാസ്റ്റ്, ഓരോ കളേഴ്സ് ഇതുണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന ക്യാമറ ഒന്നുമില്ല. ഇപ്പൊ ക്രിസ്മസ് റിലീസ് ആയിട്ടും കൂടെ ആണല്ലോ പടം ഇറങ്ങിയേക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്. ഇപ്പുറത്ത് ആഷിഖ് കപൂറിന്റെ ഒരു കംബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കോ ഉണ്ട്, ഇഡിയും. ഇപ്പൊ ഈ ഒരു കോമ്പറ്റീഷനെ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? കോമ്പറ്റീഷൻ അങ്ങനെ നമ്മൾ എല്ലാം ഡിഫറെൻറ്റ് ജോണറിലുള്ള സിനിമ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് കാലത്തേക്ക് റിലീസ് വെക്കുന്നത്. 2 ആക്ഷൻ പടങ്ങൾ. സ്വാഭാവികമായിട്ടും മാർക്കോ എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ പടങ്ങളിൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ജോണർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ ഇത് ഏത് ടീമായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്, അവരത് കാണുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം. റൈഫിൾ ക്ലബ്ബ് ആണെങ്കിലും സെയിം. അപ്പം നമ്മുടേത് ഒരു കുടുംബ പ്രേക്ഷകർക്ക് ചിരിച്ച് ഇപ്പോൾ ഇന്നലെ മുതലാണ് ഒഫീഷ്യലി അവധി വരുന്നത്. ഇന്ന് മുതലാണ് ആൾക്കാർ സിനിമ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നത്, കുടുംബങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ കുടുംബ പ്രേക്ഷകർ നമുക്ക് എപ്പോഴും ഈ ഒരു ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ കാണാൻ താല്പര്യപ്പെടും എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ്. അല്ലെങ്കിൽ അങ്ങനെ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും ആ വലിപ്പമുള്ളൊരു സിനിമയല്ല, അല്ലെങ്കിൽ ആ ജോണറിലുള്ള സിനിമയല്ല. ഇപ്പോൾ 2 ആക്ഷൻ പടങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഏത് ആക്ഷൻ പടം കാണണം അല്ലെങ്കിൽ കമ്പാരിസൺ പോലും വരിക. നമ്മുടെ സിനിമ അങ്ങനെ മാർക്കോ ആയിട്ടോ അല്ലെങ്കിൽ റൈഫിൾ ക്ലബ്ബായിട്ടോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ബറോസായിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമ പോലും അല്ല. അത് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. എല്ലാം ഡിഫറെൻറ്റ് ജോണറിലുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കുടുംബ പ്രേക്ഷകർ ഇഡിയിലേക്ക് എത്തുമ്പോഴാണ് ഇഡിക്ക് റണ്ണിങ് കിട്ടുക. മറ്റേത് നമ്മൾ യൂത്ത് അങ്ങനെ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ മറ്റ് സിനിമകളെ പ്രിഫർ ചെയ്യുക. അവർക്കും ഇത് ഡാർക്ക് ഹ്യൂമറാണ്, ഇത് വേറൊരു കൈൻഡ് ഓഫ് പരിപാടിയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ക്ലീഷേ കുടുംബ കഥയല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മാർക്കും റൈഫിളും കണ്ട ആൾക്കാർ ഇഡിയിലേക്കും വരും. നമുക്ക് പറയാമല്ലോ ഇതിൻ്റെ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ് ഏതാണ് സിനിമ, നമ്മൾ ഏത് ആദ്യം കാണാൻ പോകും, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ട് വെക്കുന്നത്. ആ വെക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇഡി എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർക്ക് ചിരിച്ച് കാണാൻ 2 മണിക്കൂർ ചിരിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്നു എന്താ പറയുക ഒരു സൈക്കോ കുടുംബത്തിൻ്റെ കഥ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ. മത്സരത്തിനപ്പുറത്ത് ഡിഫറെൻറ്റ് ജോണർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ അതേപോലെ ഒരു ഫൺ സിനിമയായിരുന്നു ഈ 20-ന് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളൊരിക്കലും ആ സമയത്ത് ചിലപ്പോൾ പ്രാവൻകൂട് ഷാപ്പായിരുന്നു 20-ന് ആദ്യം റിലീസ് ചെയ്യാനുണ്ടായിരുന്നു. അത് മാറിയൊരു ഗ്യാപ്പിലാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ പ്രാവൻകൂട് ഷാപ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞത് ഒരേ കാറ്റഗറി ഓഫ്
സിനിമ വരുമ്പോഴാണ് നമ്മൾ അവിടെ ചെയ്യണോ വേണ്ടിയോ എന്ന് ആലോചിക്കുക. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകും, സ്വാഭാവികമായി നമുക്കൊരു ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം. അതിനനുസരിച്ചാണ് ഇപ്പോൾ കയറി വരുന്നുണ്ട് ആൾക്കാർ, കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളതാണ് EDA മുന്നോട്ട് കൊണ്ടുപോകാം മറ്റ് പബ്ലിസിറ്റിനേക്കാളും. ഇപ്പം സിനിമയുടെ റൈറ്റിംഗ് സമയത്തും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിലും ചിരി വരും എന്ന് വിചാരിച്ചിരുന്നു. ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ ഇന്ന സീൻ ഈ രീതിയിൽ പ്രേക്ഷകരെ അത് ഏറ്റെടുക്കും, ചിരിയായിരിക്കും, ചിലപ്പോൾ ചിരിക്കില്ല എന്നൊക്കെ ഉള്ളത്. അത് തിയേറ്ററിൽ വന്ന ജഡ്ജ്മെന്റ് മാറിപ്പോയി ഏതെങ്കിലും സീനുകളുണ്ടോ? അങ്ങനെയില്ല, ചിരിക്കൂലെന്ന് കരുതിയ കുറേ സ്ഥലങ്ങളിൽ ചിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ആൾക്കാർ, അത് സുരാജ് ചേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ടും സിറ്റുവേഷനലി അവരെത്തിയേക്കുന്ന മൊമെന്റ് കൊണ്ടുമാണ് ആ ചിരി വരുന്നത്. നമ്മൾ ചിരിക്കുമെന്ന് കരുതിയിരുന്ന നമ്പർ ഓഫ് ചിരികൾ ശരിക്കും ഇപ്പം ചിരിക്കുന്നതിനേക്കാളും കുറവായിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ചിരി ഇപ്പോൾ തിയേറ്ററിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണും പിന്നെ അത് മ്യൂസിക്കുമാണ്. അങ്കിത് മേനോനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന കൈൻഡ് ഓഫ് മ്യൂസിക്കൽ പരിപാടിയാണ് എങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റണമെന്നില്ല. ഇതിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ഔട്ട് ഓഫ് ബോക്സ് പരിപാടിയിൽ രണ്ട് വരികളൊക്കെ ഇടയ്ക്ക് വരുന്ന മ്യൂസിക്കലിയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്നത്. വെറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല, അതിന് അവർ കുറച്ചും കൂടി ഒരു മ്യൂസിക്കൽ സ്വഭാവത്തിലാണ്. അത് അങ്കിത് മേനോനാണ് അതിൻ്റെ ഫുൾ. നമ്മൾ അത്രയും ഒരു 4 മാസത്തോളം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ മ്യൂസിക്കിന് മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും ഇപ്പം എല്ലാവരും പറയുന്നതും വാഴ, ജയ ഗുരുവായൂരമ്പലമൊക്കെ കഴിഞ്ഞിട്ട് അങ്കിത് ചെയ്യുന്ന സിനിമയാണ് ഈ നമ്മുടെ ED എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അങ്കിതിൻ്റെതായിട്ടൊരു സിഗ്നേച്ചർ കൊടുക്കാൻ അങ്കിത് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ഇതിൽ നമുക്കത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വലിച്ചുവാരി മ്യൂസിക് ഇട്ട് പമ്പ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമക്കും ആ സിറ്റുവേഷനും ക്യാരക്ടറിനും നമ്മുടെ കഥ പറച്ചിൽ സ്വഭാവത്തിനും എങ്ങനെയാണോ ഉപകാരപ്പെടുക, അവിടെയാണ് ഈ ചിരിയൊക്കെ മാറുന്നതും അറിയുന്നതൊക്കെ. നമുക്ക് വേണമെങ്കിൽ ആ സീനിൽ എന്തെങ്കിലും ഒരു ഫൺ എലമെൻറ്റ് കുറച്ചധികം മ്യൂസിക്കിൽ കയറ്റിയിട്ട് ചിരിപ്പിക്കാം. ആ മ്യൂസിക് കൊണ്ട് ചിരിക്കുന്നതിനേക്കാളും സിറ്റുവേഷനിൽ അല്ലാതെ തന്നെ ചിരിക്കുന്നു എന്നുള്ളതാണ് മ്യൂസിക് ഡയറക്ടർക്കും അതിൻ്റെ മൂപ്പരും പറയുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ചിരിച്ചോളും, നമ്മളവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല ആണല്ലേ, എന്നാൽ ഓക്കെ അങ്ങനെ കറക്റ്റാണ്. ആ ഏരിയയിലെത്തുമ്പോൾ ചില ഏരിയകളിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് ഭയങ്കരം ചിരിക്കുന്നു ഉദ്ദേശിച്ച് ചിലപ്പോൾ ചിരിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ചിരിക്കാതിരുന്നിട്ടില്ല. എന്നാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തടത്ത് വല്ലാണ്ട് ചിരിച്ചിട്ടുമുണ്ട്. ഈ ഒരു ടൈറ്റിൽ എക്സ്ട്രാ ഡീസന്റ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊണ്ടുവരാൻ കാരണം എന്തായിരുന്നു? അത് നമ്മളെല്ലാവരും ഇപ്പം ഞാൻ ക്യാമറ മുമ്പിൽ ഇരിക്കുന്നത്, നിങ്ങൾ ക്യാമറ മുമ്പിൽ ഇരിക്കുന്ന ഒരു നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡീസൻസി നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. ഇതിങ്ങോട്ട് ഓഫാക്കിയ നമ്മുടെ സ്വഭാവം, തനി സ്വഭാവം പുറത്ത് കാണും. സെയിം ആണ്. ബിനു എന്ന് പറയുന്നതിൻ്റെ അറ്റയർലി ബിനുവിൻ്റെ ഫാമിലി, റിട്ടയർഡ് തഹസിൽദാർ, റിട്ടയർഡ് ടീച്ചർ, അമേരിക്കയിൽ ജോലി നോക്കുന്ന പെങ്ങൾ അല്ലെങ്കിൽ അളിയൻ, ബിനു ഇൻക്ലൂഡിങ് ബിനു, അവർ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു സൽസ്വഭാവികളായിട്ടുള്ളൊരു കുടുംബം. അതിൻ്റെ ബിനുവിൻ്റെ കൂട്ടുകാരും പോലും അങ്ങനെ അത്രയും നല്ലൊരു മനുഷ്യൻ ലോകത്തുണ്ടാവുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത്രയും നല്ലതല്ല, ഇത്രയും വൃത്തികെട്ടവൻ ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് നമ്മൾ കരുതുന്നതെല്ലാം എക്സ്ട്രാ ഡീസൻ്റ് ആണോ, അല്ല എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണോ? നമുക്ക് എത്രത്തോളം ഒരാളുടെ എന്താ പറയുക പുറംചട്ട നോക്കിയിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞതുപോലെ ഒരു വീട്ടിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി മൂഡൊക്കെ നമുക്ക് കണ്ടേക്കാം. പക്ഷെ ആ ക്യാമറ അകത്ത് വെച്ചാൽ നമ്മൾ കാണുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എക്സ്ട്രാ ഡീസൻ്റ് ആണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പേര് കൊടുക്കാൻ തോന്നിയിട്ടില്ല. ശരിക്കും എക്സ്ട്രാ ഡീസൻ്റ് ആണോ എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. അവിടെയാണ് ആ സിനിമക്ക് ആ പേര് വരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ വർഷം ഷാരോണേട്ടനും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമാണ്. ഇപ്പം ഫസ്റ്റ് ഈ വർഷം സ്റ്റാർട്ടിങ്ങിലായിരുന്നു കൽബ് റിലീസായത്. പക്ഷെ റിലീസ് ടൈമിൽ കിട്ടാത്ത ഒരു ശ്രദ്ധയും അപ്രിസിയേഷനും ഇപ്പൊ കിട്ടുന്നുണ്ട്. അതിനെ ഷാരോണേട്ടൻ എങ്ങനെയാ കാണുന്നത്? അത് ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ റിലീസ് ചെയ്തപ്പോൾ അത്ര വർക്കാവാതെ ഇപ്പോൾ ഒരു പടമായിരുന്നു. പക്ഷെ OTT ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര, അതായത് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ കാര്യം ഭയങ്കര എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്തൊരു പടമായിരുന്നു. 100 ദിവസത്തോളം അടുത്ത ഒരു ദിവസം. കാര്യം ഞാൻ സെക്കൻഡ് മൂവി തന്നെ അത്രയും വലിയ പടം. കാര്യം ഫസ്റ്റ് മൂവി പല്ലുട്ടി ഭയങ്കരമായി ട്രാവൽ ചെയ്ത് നമ്മുടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് ആകെ 5 കിലോമീറ്ററേ പോയുള്ളൂ. ഇത് നമ്മൾ പല ലൊക്കേഷൻ രാജസ്ഥാൻ എല്ലായിടത്തും പോയി ഷൂട്ട് ചെയ്ത്, ഇവിടെ തന്നെയാണെങ്കിലും ആലപ്പുഴ തന്നെയാണെങ്കിലും ഒരുവിധം എല്ലാ ഏരിയയും ആ ഏരിയ എല്ലാം കവർ ചെയ്ത്, പിന്നെ അതിനൊരു ഒരു സ്റ്റൈല് ഉണ്ടായിരുന്നു. മീൻ അതിൻ്റെ ഒരു കളേഴ്സ് ആണെങ്കിലും അതിൻ്റെ കളർ പാലറ്റ് ആണെങ്കിലും. പിന്നെ അനീസ് നാടോടിയായിരുന്നു ആ ഡയറക്ടർ. പുള്ളി അപ്പോൾ നല്ല രീതിക്ക് ചെയ്തായിരുന്നു. നമുക്ക് വെക്കുന്ന ഫ്രെയിമുകളൊക്കെ നല്ല, അപ്പോൾ ഞാൻ നല്ല എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്തൊരു പടമായിരുന്നു സെക്കൻഡ് മൂവി. കാരണം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു.
ഇത്ര വലിയ പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. സെക്കൻഡ് മൂവി എന്നാലും ആദ്യം റിലീസ് ആയത് ആദ്യം റിലീസ് ആയത് കൽബ്. സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഹൈ അതിന് കിട്ടാതിരുന്നിട്ട് ഒരു നിരാശ. പിന്നെ അത് ഫസ്റ്റ് നമുക്ക് റിലീസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പടം നമുക്ക് അത്രയും ഒരു പ്രതീക്ഷ ഉണ്ടാവും, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ അത് നമ്മൾ OTT ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറെ നാളിങ്ങനെ ഇരുന്നു. പക്ഷെ ഇപ്പോൾ ഈ മാസം തന്നെയാണ് നമുക്ക് 3 പടം ഇറങ്ങിയത്. OTT ഇറങ്ങിയതും പല്ലുട്ടി കഴിഞ്ഞ മുന്നത്തെ മാസം റിലീസായി, ഈ മാസം ഒരേ സമയം 3 പടങ്ങൾ. അല്ല അത് ഭയങ്കര സന്തോഷം. എല്ലാത്തിനും നല്ല അഭിപ്രായങ്ങൾ. പല്ലുട്ടി ആണെങ്കിലും OTT ഇറങ്ങിയപ്പോഴും തിയേറ്ററിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷെ OTT ഇറങ്ങിയപ്പോഴും. അല്ല, ഈ 3 പടം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏത് പടമാണ് ആദ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും അങ്ങനെയല്ല. ഞാൻ പേഴ്സണലി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, പല്ലുട്ടി ഇപ്പം നീ ആദ്യ പടമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും വൃത്തിയിൽ അത് പിന്നെ ഇരുത്തി പറയുമ്പോൾ കുറച്ച് ഓവറായി പോകുന്നുള്ളൂ. കാരണം അത്രയും വൃത്തിയിൽ പല്ലുട്ടി എന്നുള്ള സിനിമ ശരിക്കും ഞാൻ കൽബ് എനിക്കൊന്ന് പല്ലുട്ടി അതിന് ശേഷമാണ് അല്ലേ, പല്ലുട്ടി അതിന് ശേഷം റിലീസായി. പല്ലുട്ടി കാണുന്നതിന് മുമ്പാണ് ഞാനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ ഫ്രെയിം. ഇപ്പം എനിക്ക് ഭയങ്കര ജഡ്ജ്മെന്റ് കപ്പാസിറ്റി ഒന്നും വേണമെന്നില്ല. നമുക്കൊരു സിനിമ കാണുമ്പോൾ തന്നെ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കൽബാണെങ്കിലും അല്ലെങ്കിൽ പല്ലുട്ടി ആണെങ്കിലൊക്കെ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്ന പരിപാടികളാണ് രണ്ടിലുള്ളത്. അപ്പം അതും ഒന്നും പ്രത്യേകിച്ച് ക്യാമറമാൻ്റെ പണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല, പാളാൻ ഏറ്റവും കൂടുതൽ സാധ്യതയാണ്. അത് പാളാതെ എടുക്കുക എന്ന് പറയുന്നതിൽ ഷാരോൺ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ സ്വഭാവത്തിന് നിൽക്കുമ്പോൾ അതിനകത്ത് നിൽക്കുമ്പോഴും നമ്മൾ വെറുപ്പിക്കാതെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഇപ്പം സുരാജേട്ടനെ കണ്ടുകൊണ്ടിരിക്കാൻ അത്രക്കും സുരാജേട്ടൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത് ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആ മൂപ്പര് പെർഫോം ചെയ്യുന്നതിനെ ഒരു തരി പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാതെ ഇമോഷൻസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ക്യാമറമാൻ്റെ കാര്യം അതിലും വലിയ പങ്ക് ഷാരോൺ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൽബിലാണെങ്കിലും പല്ലുട്ടിയിലാണെങ്കിലും PDയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഭയങ്കര പ്രൗഡാണ്. 3 ജോണേഴ്സും 3 രീതിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ തന്നെയാണ്. കാര്യം 3 പടങ്ങളും 3 രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാന്നുള്ളത്. കാര്യം എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്ത പടം കണ്ടിട്ട് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ള ഒരാളും പറയാൻ പാടില്ല എന്നൊരു ഇതുണ്ട്. അതെ, പിന്നെ ആളാണ് ഇത് ഷൂട്ട്. കാര്യം കൽബാണെങ്കിൽ ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്യുന്നല്ല. കൽബാണി എല്ലാവരും ഭയങ്കര മെസ്സേജസ് ഫുൾ എന്താ പറയാ ഭയങ്കര രസമുണ്ട്. ഭയങ്കര സിനിമാറ്റോഗ്രാഫി ഭയങ്കര രസമുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ കുറച്ചും കൂടി പോയറ്റിക് ആണല്ലോ. അതെ, അതിന് ആ ഒരു വിഷ്വൽ ഇത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് വിഷ്വലും കൂടി. കാര്യം അത്രയും ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇപ്പോൾ ആലപ്പുഴ ബീച്ചാണെങ്കിലും അവിടെ കൊണ്ടുവച്ചാൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് കിട്ടും. പേസ് 3 സിനിമയുടെയും പേസ് 3ആണ്. കൽബിന്റെ പേസ് അല്ല പല്ലോട്ടിന്റെ പേസിലല്ല ED-യിലേക്ക് വരുമ്പോൾ നമുക്ക് ആർട്ടിസ്റ്റ് നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള സാധനമുണ്ട്. നമുക്ക് അധികം കട്ട്സ് വേണ്ട. അതായത് നമുക്ക് എങ്ങനെ ഒറ്റ ഫ്രെയിമിൽ പുള്ളി പെർഫോമൻസ് ചെയ്യാൻ ഉള്ളത് ക്യാപ്ചർ ചെയ്യുക, നല്ല രീതിക്ക് ആൾക്കാർക്ക് ബോറടിക്കാതെ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. കുറെ ഷോട്ടുകളൊക്കെ നമ്മൾ സിംഗിൾ ഷോട്ടുകളായിരുന്നു കുറേ. പക്ഷെ നമ്മൾ സിംഗിൾ ഷോട്ടാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ സിംഗിൾ ഷോട്ട് എടുത്താലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സാധനം വെച്ച് ഇവിടെ ബ്രേക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു ക്ലോസ് വെക്കാന്ന് വെച്ച് നടക്കുമല്ലോ. സിംഗിൾ ഒറ്റ ഷോട്ടേ ആ സീനിൽ ഉണ്ടാവുള്ളൂ. അത് പെർഫോമൻസ് ഓക്കെയാണ്, നമ്മൾ ഓക്കെ മതിയുടെ അതിനാണ് അടുത്തെന്ന് തോന്നുന്നു. പക്ഷെ ആ സിംഗിൾ ഷോട്ടിൽ മൂവ്മെന്റ് ഉണ്ട് എങ്കിൽ, ഞാൻ പറഞ്ഞത് ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ അയാളെ വെറുതെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ല, അയാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെല്ലാം ആംഗിളിലേക്ക് പോകും, ഒരേ സമയത്ത് മറ്റവരുടെ റിയാക്ഷൻ കൂടി അതിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി എടുത്ത് ആ കട്ട്സ് ഒഴിവാക്കിയിട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ സിനിമയുടെ ദൈർഘ്യം സ്വാഭാവികമായിട്ടും കൂടും. കാരണം കട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിക്കാൻ പറ്റും. ഇത് അടുപ്പിക്കൽ പരിപാടി ഇല്ല. പക്ഷേ നമ്മൾ ആ ഷോട്ട് വെക്കുന്നതിന് തൊട്ടും ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനിലും ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല നമുക്ക് അത് സിംഗിൾ ഷോട്ട്, ഇത് മറ്റേ കട്ട് ഷോട്ട് നിന്ന് ആ മൊമെന്റിൽ ഇങ്ങനെ വെച്ചാലോ അന്ന് പിന്നെ ഹാൻഡ് ഹെൽഡ് പോകാം, നമുക്കിത് ഇങ്ങനെ ഞാൻ ഫോളോ ചെയ്തോളാം. അപ്പോൾ ആ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ആ ഓൺ സെറ്റ് ട്രിക്കി സാധനമാണ്. കാരണം നമുക്ക് അതനുസരിച്ച് ലൈറ്റ് ചെയ്യാനും അതിനനുസരിച്ച് നമ്മൾ ലൈറ്റ് ചെയ്ത് ഇത് എടുക്കാന്ന് പറയുമ്പോഴേക്കും അപ്പം തന്നെ എടുക്കാനും പറ്റില്ലല്ലോ. സെറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നതാണ് സിനിമന്റെ ഏറ്റവും വലിയ സമയം. അപ്പൊ അത് കറക്റ്റ് നമുക്ക് കാര്യം എൻ്റെ ഇതെന്ന് വെച്ചാൽ പുള്ളിയെ പെർഫോം ചെയ്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാം നല്ല രീതിക്ക്. അത് നമുക്ക് ബ്യൂട്ടിഫുൾ ഫ്രെയിം എന്നല്ല, ഇത് അത് പെർഫോമൻസ് ആണ് അവിടെ ബ്യൂട്ടി. പെർഫോമൻസ് ആണ് ബ്യൂട്ടി. അത് ഒറ്റ ടേക്കിൽ കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത്. 3 പേര് 4 പേര് ഒറ്റ ടേക്കിൽ നമുക്ക് ഒറ്റ ഷോട്ട് എന്നല്ല, ഇത് ഇവര് പെർഫോം ചെയ്യുന്ന ഒറ്റ ടേക്കിൽ നമുക്ക് സിംഗിൾ ഷോട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല. അതുകൊണ്ടാണ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫോക്കസ് പരിപാടി നമുക്ക് ഫോക്കസ് പുള്ളറെ നമുക്ക് മെൻഷൻ ചെയ്യണം. ഫോക്കസ് പുള്ളറ ഞങ്ങള് ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മുടെ പടത്തിൽ ഫോക്കസ് ഔട്ട് അധികം ഇല്ലല്ലേ എന്നുള്ളത്. അതാണ് ഇങ്ങനെ പോലും നമുക്ക് അല്ലെ പെർഫോം ചെയ്തു
അയ്യോ ചേട്ടാ ഫോക്കസ് അങ്ങനെ എനിക്ക് പറയേണ്ടി വന്നില്ല. അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഫോക്കസ് പുള്ളി എടുത്ത് ചോദിക്കും ഓക്കെ ആണോ, ഓക്കെ 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 സാർ എന്ന് പറയും. അപ്പൊ നമ്മൾ ആ ഒരു പക്ഷെ നമ്മളിപ്പോ കാരണം ഇങ്ങനെ ഇമോഷണലി ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടർ ബിനു ആയതുകൊണ്ട് തന്നെ സുരാജ് ചേട്ടൻ സെറ്റില് ഒരു ബിനു ആയിരിക്കും. അതെ അതെ അതിൽ നിന്നിട്ടാണ് മൂപ്പര് ചെയ്യുക. അപ്പോൾ സുധീരേട്ടൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും ഗ്രേസിന്റെ അടുത്തുമാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ കട്ട് ചെയ്താലും സുരാജ് ചേട്ടൻ ബിനു ആയിട്ട് തന്നെ ആയിരിക്കും അവിടെ നിൽക്കുക. കാരണം നമുക്ക് അവിടെ പോയിട്ട് അതിന്റെ ഇടയിൽ സുരാട്ട മറ്റേ ചെറിയൊരു ഫോക്കസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിനു ആയിട്ടായിരിക്കും പ്രതികരണം കിട്ടുക. ഏത് കാര്യത്തിലാണ് എന്നിട്ട് നമുക്ക് അതല്ല ഇതെന്ന് പറഞ്ഞാൽ പോലും മൂപ്പര് പെട്ടെന്ന് നോട്ടം ബിനു ആയിരിക്കും നമ്മുടെ അടുത്ത്. ഞാൻ പറഞ്ഞ ബിനുവിന്റെ ഈ രണ്ട് ഷിഫ്റ്റ് ഉണ്ടല്ലോ ക്യാരക്ടറിന്, അതിലധികം ആർക്കുകൾ ഉണ്ട്. എന്നാൽ പോലും എന്താണോ ക്യാരക്ടറിന്റെ ആ സമയത്തുള്ള സ്വഭാവം അതിനനുസരിച്ചായിരിക്കും കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് ഉടനെ അപ്പൊ തന്നെ വേറൊരാളായി മാറുക അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. മറിച്ച് പക്ഷെ അത് അതേ സമയം തന്നെ അതേ കോലത്തിൽ ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് പാടുന്ന സുരാജൻ ഇട്ടിരുന്നു. അതിനു മുമ്പ് അച്ഛനെ കൂട്ടുന്ന സീനായിരുന്നു എടുത്ത്. അത് കഴിഞ്ഞ് മൂപ്പര് നേരെ പാട്ട് പാടുകയും കോമഡി ചെയ്യുകയൊക്കെ ചെയ്തു. അത് ആ സ്ഥലത്തുനിന്ന് മാറിയാൽ ഞാൻ പറഞ്ഞത് ഓൺ സെറ്റിൽ നിന്നുകൊണ്ടിരിക്കെ ഒരു റീടേക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ഇമോഷൻ ക്യാരി ചെയ്തിട്ട് നമുക്ക് ഡെലിവർ ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് അതെ നമ്മളത് ഒക്കെ റിഹേഴ്സലൊക്കെ എടുത്ത് നമ്മൾ ഓക്കെയാണ്, കറക്റ്റ് ആണ്, മൂവ്മെന്റ് പരിപാടികളൊക്കെ ഓക്കെ ആയിട്ടാണ് നമ്മൾ വിളിക്കുക. പിന്നെ സുരാജേട്ടൻ ചിലപ്പോൾ ചോദിക്കും ശ്യാമ അവിടെ നീ ഈ ഡയലോഗ് എങ്ങനെയാ എന്താ, അപ്പൊ ശ്യാമ ഞാനിത് ഇങ്ങനെ പറഞ്ഞു, അല്ലാതെ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് അത് ഓക്കെ അല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് നമ്മൾ അത് ഓക്കെയാണ് സുരാട്ട, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോചിക്കുമ്പോൾ അത് വേണ്ട നമുക്ക് ഇതിങ്ങനെ പറയുമ്പോഴായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെയാണ് സിനിമ മൊത്തം നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത് 39 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാനും പറ്റുന്നത്. അതിപ്പോ നമ്മളെല്ലാവരും സെഷൻസ് എടുക്കും, സുരാട്ട മറ്റേ ഇങ്ങനെ എടുത്താലോ എന്ന് പറയുമ്പോൾ നമ്മള് ഒന്ന് ട്രൈ ചെയ്യാം, നമ്മൾ പറ്റില്ല എന്നുള്ള ഇതില്ല. ചിലത് മുമ്പ് പറയും എടാ നമുക്ക് അത് എടുത്താലോ, അപ്പൊ നമ്മൾ ചിലത് നമ്മൾ പറയും അത് ഓൾറെഡി നമ്മള് കാര്യം പറയും ഉണ്ടല്ലേ എന്നാ പിന്നെ ഓക്കെ എന്ന് പറയും. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അത് കാരണം നമുക്ക് സ്മൂത്ത് ആയിട്ട് പോയത്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയത്. കാര്യം അധികം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമോ, ഈ ഷോട്ട് ഇങ്ങനെ എടുക്കണോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ വേണോ, അല്ലെങ്കിൽ ഒരു വൈഡ് ഇല്ല, നമ്മൾ ഓക്കെ അപ്പൊ തന്നെ സ്പോട്ട് എഡിറ്റ് ചെയ്ത് നോക്കി ഓക്കെയാണ്. അതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് സുധീറായിട്ടാണെങ്കിലും വിനയപ്രസാദ് ആണെങ്കിലും വിനീത് തട്ടില്, പിന്നെ ശ്യാം, ഗ്രേസ്, ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ആ സിനിമയെ. കാരണം സുരാജേട്ടൻ അഭിനയിക്കുന്നതിനനുസരിച്ചുള്ള കൗണ്ടർ വേണം ഇവരെല്ലാവരും കൊടുക്കാൻ. മൂപ്പരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവിടെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ആർക്കൊരു പ്രത്യേകിച്ച് ആ ക്യാരക്ടറിന്റെ സ്വഭാവം പോലെ തന്നെയാണ് അത് പെർഫോമൻസും വരിക. ഇയാളിനി എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയാണ്. അപ്പോൾ കൂടെ നിന്ന് അഭിനയിക്കുന്ന ആൾ അത്രയും പരിപാടി പിടിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പാളിപ്പോവും. ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി വരും. കാരണം നമുക്ക് ആ സിനിമന്റെ എല്ലാ കഥയും അപ്പുറത്തിപ്പുറത്തൊക്കെ തൊട്ടപ്പുറത്തും ബിഫോർ ആഫ്റ്റർ അറിയുന്നതുകൊണ്ട് ആ കൂടെ നിൽക്കും. ശ്യാമനെ പറഞ്ഞിട്ടുണ്ട് 2-3 സ്ഥലങ്ങളിൽ ശ്യാമിന് ചിരി സഹിച്ച് പിടിച്ചായിരിക്കും നിൽക്കുക. ക്യാമറ സുരാജേട്ടൻ്റെ ഫേസിലായിരിക്കും, ശ്യാം ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഫേസ് കാണുന്നില്ലല്ലോ, കട്ട് പറയുമ്പോഴാണ് പിന്നെ എല്ലാവരും കൂടി ചിരിക്കുക. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികൾ രസമായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ തിയേറ്ററിലെ ആൾക്കാർ ഇത് കാണുക, അവർക്ക് ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മളിനി എന്ത് തള്ളി മറിച്ചാലും അവരിലേക്ക് എത്തുമ്പോൾ അവരിത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഹാപ്പിയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനുണ്ട് എന്നുള്ളതാണ്. വലിയ സിനിമകൾ അപ്പുറത്തിപ്പുറത്ത് ഇടം കിടക്കുന്നുണ്ട്. നമ്മളൊരു കൊച്ചു സിനിമ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പതുക്കെ ഇന്നൊക്കെ ഇപ്പം ഇങ്ങനെ രാവിലെ മുതൽ ഫാമിലിയൊക്കെ കയറി തുടങ്ങി എല്ലാവരും വിളിക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവന് കൂടുതൽ ആൾക്കാരിലേക്ക് ഇനിയിപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴേക്കും കൂടുതൽ ഫാമിലീസ് കണ്ട് ഇടി എല്ലാവർക്കും ഒരുപോലെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് 2 ദിവസത്തേക്കുള്ള റെസ്പോൺസ് എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ദഹിക്കുമെന്ന് ചോദിച്ചാൽ ഡാർക്ക് ഹ്യൂമറിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. എന്നാൽ പിന്നെ നമ്മൾ ഓക്കെ അങ്ങനെ ഓക്കെ എന്നല്ല, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഘടകം. അതാണ് നേരത്തെ മുകുന്ദുണി അസോസിയേറ്റ്സ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. മുകുന്ദുണി അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ മലയാളത്തിൽ ഇറങ്ങി മുഴുന്നുള്ള ഡാർക്ക് ഹ്യൂമറാണ്. അപ്പോൾ ആ കാറ്റഗറിയിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു ഡാർക്ക് ഹ്യൂമർ സിനിമയാണ്. അതുപോലത്തെ സിനിമ എന്നല്ല, അങ്ങനെ ഉള്ള ആ ജോണറിൽ പെടുന്ന മറ്റൊരു സിനിമ. ആ അർത്ഥത്തിൽ അതിന് പ്രേക്ഷകരുള്ളതാണ് ധൈര്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ധൈര്യത്തിൽ നിന്ന് ഇപ്പോഴും നമ്മൾ ഓക്കെയാണ് നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർക്കിനെ പറ്റിയുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇങ്ങനെ 1-2 പരിപാടികൾ നീക്കിയിട്ടുണ്ട്. അത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ഇതിന്റെ പരിപാടികളൊന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് കയറുന്നിരിക്കും. ഡിഫറെന്റ് ജോണറിലുള്ള ഒരു സിനിമ പരിപാടി ചെയ്യാന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അടുത്ത വർക്ക് ഇങ്ങനെ സംസാരം നടക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു എപ്പോഴാണോ നല്ലൊരു വരുന്നത് അപ്പോൾ ചെയ്യാന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇമ്മീഡിയറ്റ് അങ്ങനെ പിടിക്കാന്നുള്ളതല്ല, നല്ല എനിക്ക് പറ്റുന്നൊരു പരിപാടി വരുമ്പോൾ ചെയ്യാന്നുള്ളൊരു
എന്തായാലും 2024 രണ്ടുപേർക്കും നല്ലൊരു വർഷമായിരുന്നു. ഇപ്പം ED അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇറങ്ങി 3 സിനിമകൾ ഇറങ്ങി അടിപൊളി റെസ്പോൺസും കിട്ടുന്നു. അപ്പം ഇതുപോലെ തന്നെ അടുത്ത വർഷങ്ങളും ഇനി വരാൻ പോകുന്ന വർഷങ്ങളെല്ലാം നല്ല നല്ല ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ED തകർത്ത് ആടട്ടെ തിയേറ്ററിൽ. ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. എന്തായാലും താങ്ക് യു സോ മച്ച് ഷമീർ ആൻഡ് ഷാരോൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.